ഹായ്, ഞാൻ ഡോക്ടർ ഗോപകൃഷ്ണൻ. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഒരു ട്രെൻഡാണല്ലോ. എല്ലാവരും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നു. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ എടുത്ത് കഴിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. നടുവേനയാണ് മെയിൻ പ്രശ്നം. അവരും ഇതേപോലെ തന്നെ റീലൊക്കെ കണ്ടിട്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കി, കാൽഷ്യം ചെക്ക് ചെയ്ത് നോക്കി. ഏകദേശം ഒരു 20 ആ റേഞ്ചൊക്കെ തന്നെയാണ് ഉള്ളത്. അവർ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കണമെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. ഇന്നിപ്പോൾ എല്ലാവരും ഓഫീസിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ജോലികളാണ്. അതുകൊണ്ട് വെയിൽ കൊള്ളുന്നതും കാര്യങ്ങളൊക്കെ കുറവാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി കുറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സപ്ലിമെൻ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മെയിനായിട്ട് അവരുടെ നടുവേദനയുടെ കാരണം മറ്റൊന്നായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻഫോ തരാൻ വേണ്ടിയിട്ട് കൂടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീലിലെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷിക്കും. ഇപ്പോൾ ഫേസ് ക്രീമിൻ്റെ ട്രെൻഡാണെന്നുണ്ടെങ്കിൽ ഫേസ് ക്രീം യൂസ് ചെയ്ത് ഇതാക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ ഡി ഇപ്പോൾ വന്ന ട്രെൻഡാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി എടുത്തിട്ട് എല്ലാവരും ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നോക്കും. പക്ഷേ ചിലവർക്ക് വൈറ്റമിൻ ഡി കുറവായിരിക്കണമെന്നില്ല. വൈറ്റമിൻ ഡി ചിലപ്പോൾ ഇങ്ങനെ കൂടിയിട്ട് ടോക്സിറ്റി വരുന്ന ലെവലും ഒക്കെ വരാറുണ്ട്. വൈറ്റമിൻ ഡി എല്ലാവരും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുക. വെറുതെ ഒരു വൈറ്റമിൻ ഡി എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം നിങ്ങളുടെ വലുതായേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം, നടുവേദന. അപ്പോൾ ഈ നടുവേദന വന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ബോർഡറിലാണ്, പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവർ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഹിസ്റ്ററി, അവർ കിടക്കുന്ന ബെഡ് അതിലോട്ടാണ് എത്തിയത്. കിടക്കുന്ന ബെഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്പ്രിങ് ആയിട്ടുള്ള മാട്രസ് ആയിരുന്നു. അപ്പോൾ ഇതിന് നല്ല സുഖത്തിലൊക്കെ കിടക്കുന്നുണ്ട് എന്നാണ് ആൾ വിചാരിക്കുന്നത്. അങ്ങനെ കിടക്കുന്നു. പിറ്റേ ദിവസം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നടുവേദന വരുന്നു. ഈ സ്പ്രിങ് ബെഡിനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് നമ്മുടെ പോസ്ചർ മാറുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട, നമ്മുടെ ശരീരത്തിന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്ചർ ആയിരിക്കത്തില്ല ചിലപ്പോൾ അതിൽ കിടക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുക. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയത്തില്ല, ഇറങ്ങി നടുവേദന ഉണ്ടെങ്കിൽ ഇറങ്ങി തറയിൽ കിടക്കുന്നോ അല്ലെങ്കിൽ ഒരു പായ വിരിച്ചിട്ട് കിടക്കുന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇതുപോലെ നടുവേദനയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള പോലെ വൈറ്റമിൻ ഡി ആയിരിക്കണമെന്നില്ല പ്രശ്നം തുടങ്ങുന്നത് അയാൾ കിടക്കുന്ന ബെഡിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ഒരു ബെഡ് മാറ്റിയിട്ട് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ കട്ടി കുറഞ്ഞ ബെഡുകളോ അല്ലെങ്കിൽ ഫോമിൻ്റെ ഒക്കെ പോലത്തെ ബെഡുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് മാറി കിട്ടിയേക്കാം. കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളും ഉണ്ട്. അത് പിന്നീട് ഒരു വീഡിയോ പറയാം. സ്റ്റേ സേഫ്, ഫോളോ ഫോർ മോർ. ബൈ.